ആ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന് സേതു കേട്ടോ. ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവൻ എന്താ പറഞ്ഞേ? 1-2 വീടുകൾ സേതുവേട്ടനും മായച്ചിയും കൂടി പോയി നോക്കിയിട്ടുണ്ട്. ഞാനും കൂടി പോയി നോക്കണമെന്ന്. അതെ, ഇവിടെ ഒരു തീരുമാനവും ആയിട്ടില്ല. ഇവൻ ഇവിടെ വീട് വാങ്ങലും ബിസിനസ് തുടങ്ങലും ഒക്കെയാ. സേതുവേട്ടൻ ഇപ്പൊ നിലത്തൊന്നും അല്ലമ്മേ. പെട്ടെന്നൊരു സൗഭാഗ്യം വന്നപ്പോ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടുന്നതാ. പാവമ്മേ. എന്നാലും ഇതൊക്കെ ഒരല്പം കടുപ്പാ. ആ മോഹനും അമ്മയും വരുമ്പോ സേതു ഇവിടെ ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. സേതുവേട്ടൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടമ്മേ. ദേ എത്തിയെന്നാ എന്നോട് പറഞ്ഞത്. എന്റെ ഈശ്വര, ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇതുവരെ ഒരു കാര്യങ്ങളും അവനോടോ മായോടോ പറഞ്ഞിട്ടില്ല. ഞാനും അതാ അമ്മ ആലോചിച്ചത്. മോഹൻ മാമൻ കൊണ്ടുവരുന്ന തെളിവുകള് ഞാൻ വാങ്ങിയാൽ ഉറപ്പായിട്ടും സേതുവേട്ടൻ എന്താണെന്ന് നോക്കും. അതോടെ സംഗതികൾ ആകെ പ്രശ്നമാവും. ഇതുവരെ എല്ലാം ഒളിപ്പിച്ചു വെച്ചത് എന്തിനാന്നായിരിക്കും അടുത്ത പ്രശ്നം. പിന്നെ എന്ത് ചെയ്യും ചേച്ചി? സേതുവേട്ടനും അയച്ചും വരട്ടെ. ഈ വിഷയം ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ സൂചിപ്പിക്കാം. അല്ലെങ്കിൽ മോഹൻമാമ വന്ന് സംസാരിക്കുമ്പോ അതൊക്കെ വിഷയാവും. മോഹൻ മാമൻ കൊണ്ടുവരുന്നത് ഭരത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പറയാം. അതാണ് ഒരു കണക്കിന് നല്ലത്. അത് മതി. നീ മോഹനോട് ബുദ്ധിപൂർവ്വം പറഞ്ഞ മതി. കണ്ടോ, ഈ പ്രശ്നത്തിന്റെ പിന്നില് എന്തൊക്കെ പുകില നടക്കുന്നെന്ന് നീ കണ്ടോ? ഇതോടുകൂടി തലവേദന ഒന്ന് തീർന്നാ മതിയായിരുന്നു. തലവേദന തീരണമെങ്കിൽ നമ്മൾ ആലോചിച്ചതുപോലെ അവർക്കും എന്തെങ്കിലും കൊടുക്കണമേ. എന്നാലും വേണ്ടില്ല, ബാക്കിയുള്ളതിനൊരു അല്പം സ്വസ്ഥത കിട്ടിയാ മതിയായിരുന്നു. അമ്മ ഏട്ടനും അയച്ചും വന്നു. ഭവനെ, ഞങ്ങൾ 3 വീടുകൾ കണ്ടു. 3 സൂപ്പറാ. ഞങ്ങൾക്ക് 2 ആൾക്കും ഇഷ്ടപ്പെട്ടു. 3 വീട് ഇപ്പൊ വാങ്ങിച്ചാലോ ഞാൻ ആലോചിക്കുന്നു. അയ്യോ, നീ 3ആയിട്ട് കുറയ്ക്കണ്ട മക്കളെ. നീ 7 എണ്ണമായിട്ട് വാങ്ങിക്കേ. അങ്ങനെയാവുമ്പോ ഓരോ ദിവസം ഓരോ വീട്ടിൽ താമസിക്കാലോ. ആ അത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ മായ. അപ്പൊ പിന്നെ ബാക്കി 4 വീടുകൾ വാങ്ങിച്ചാൽ ഓരോ ദിവസം ഓരോ വീട്ടിൽ താമസിക്കാം. ഒരെണ്ണം ഞാനങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. അയ്യാ, ഇവിടെ എന്തൊരുമാര് നീ എന്തൊരുമാര് ഇഞ്ചി അടിച്ച കുറങ്ങനെ പോലെ ഇരിക്കുന്നു. എന്താടി, നിനക്ക് വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് സേതുവേട്ടാ. എന്ത്? അല്പം മുമ്പ് മോഹനമാമ വന്നിരുന്നു. ജയേഷിനെ ഭരത് കള്ളനോട്ട് കേസിൽ അകത്താക്കിയിട്ടുണ്ട്. അതവൻ അത്യാവശ്യം തന്നെയായിരുന്നു. സേതുവേട്ടാ, പ്രശ്നം ഇവിടം കൊണ്ടൊന്നും തീരില്ല. അതെന്താ? ഭാനുവും ജയേഷും തമ്മിലുള്ള സൗഹൃദ നിമിഷങ്ങൾ അവന്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് വെച്ചിട്ടാ അവൻ ഇവളെ ദേഷ്യം പിടിപ്പിക്കുന്നത്. എന്താ ഭാനു, ഇതൊരു പുതിയ അറിവാണല്ലോ. നീ ആ ബാമയെ പോലായോ? എന്താ ഭാനു, അവൻ നിന്നെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മഹേശി, ഫോൺ വിളിച്ചപ്പോ ഞാൻ എടുത്തില്ല. അതിന്റെ ദേഷ്യത്തിലാ ഓരോ മെസ്സേജ് ഇങ്ങനെ അയക്കുന്നത്. ഇത് തല്ലേണ്ട നിന്നെയാണ് ഭാനു. എടി, നിനക്ക് അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ പോലായിട്ട് കമ്പനി അടിക്കാൻ പോകും. എടി, നിന്നെ എത്രമാത്രം കഷ്ടപ്പെട്ട ഭാവനയും സൂര്യൻ പഠിപ്പിക്കാൻ നീ ആലോചിച്ചാ പോരെ. ഞാനവിടെ ഇല്ലാതായി പോയല്ലോ. അല്ലെങ്കിൽ കേട്ടോ നിന്നെ കൊടുക്കായിരുന്നു. സേതുവേട്ടാ, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട. പിന്നെ ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോ നിന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം കയ്യാങ്കളിയിലെ അവസാനിക്കൂ. നോക്ക്, എങ്ങനെയെങ്കിലും ഈ തലവേദന ഒന്ന് അവസാനിപ്പിക്കാനാ നോക്കുന്നത്. സേതുവേട്ടാ, എന്തിനാ വെറുതെ ഒരു സംസാരം? ഇക്കാര്യം സൂര്യൻ ഭാവനയും തന്നെ കൈകാര്യം ചെയ്തോളും. ഓ, സൂര്യൻ ഭാവനയും പിന്നെ സമാധാനത്തിന്റെ പ്രാവുകളായോണ്ട് പിന്നെ ഉപദേശിച്ചാൽ നന്നായിക്കോളൂല്ലോ. ഇതൊക്കെ പച്ച മടൽ വെട്ടി അടിക്കുന്ന കേസാ. ആദ്യം അവള് മേത്ത് കൈവയ്ക്കാതെ നീ വാ. എന്തെങ്കിലും പറഞ്ഞാ ഉടനെ ചാടി തുള്ളുക. മേത്ത് കൈവയ്ക്കുക.